Welcome back to CNA BHS Chemistry. Today I am going to discuss the second chapter of Standard 10, Gas Laws and Mole Concept. The first topic is we have to discuss is that the relationship between number of moles and volume of gas. എന്താണ് വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം? അപ്പോൾ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ഇതിനോടനുബന്ധമായിട്ട് ഒരു നിയമം പഠിച്ചിട്ടുണ്ട്, അവഗാഡ്രോ നിയമം. So the Avogadro law states that at constant temperature and pressure, volume of a fixed mass of a gas is directly proportional to the number of moles or number of molecules. അപ്പോൾ എന്താണ് അവഗാഡ്രോ നിയമം പറയുന്നത്? സ്ഥിര മർദ്ദത്തിലും താപനിലയിലും സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം എല്ലായ്പ്പോഴും അതിലുള്ള തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതായത് പ്രപ്പോർഷണാലിറ്റി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, V proportional to N. V proportional to N. വ്യാപ്തം ഏതിന് നേർ അനുപാതത്തിലായിരിക്കും? തന്മാത്രകളുടെ എണ്ണത്തിന് അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. എങ്ങനെയാണെങ്കിൽ മാത്രം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, പ്രഷറും ടെമ്പറേച്ചറും സ്ഥിരമാണെങ്കിൽ മാത്രം. അതായത് താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ ഏതൊരു വാതകത്തിന്റെയും നിശ്ചിത മാസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതമായിരിക്കും. അപ്പൊ റിലേഷൻഷിപ്പ് നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് നിശ്ചിത മർദ്ദത്തിലും നിശ്ചിത താപനിലയിലും എന്ന് പറഞ്ഞു, അതായത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പൊ നമ്മളിവിടെ STP എന്നൊരു പേര് എഴുതിയിട്ടുണ്ട്. STP ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്താണെന്ന് നോക്കാം. STP എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിൻ. സ്ഥിര താപനില എന്ന് പറയുന്നത് എത്ര എടുത്തിരിക്കുന്നത്? 273 കെൽവിൻ. P എന്ന് പറയുമ്പോൾ മർദ്ദം, മർദ്ദം എത്രയാണ്? 1 atm. 1 atm എന്ന് പറയുമ്പോൾ ഒരു അന്തരീക്ഷ മർദ്ദം. അപ്പൊ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് കേട്ടാൽ ഓർമ്മിക്കേണ്ടത് എത്രയാണ്? താപനില 273 കെൽവിനും മർദ്ദം ഒരു അന്തരീക്ഷ മർദ്ദമാണ്. അപ്പൊ ഈ സ്ഥിര താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം എപ്പോഴും അതിലുള്ള തന്മാത്രകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ പുതിയൊരു ടേം നമുക്ക് പഠിക്കാനുണ്ട്, മോളാർ വോള്യം. മോളാർ വോള്യം അഥവാ മോളാർ വ്യാപ്തം. അപ്പൊ എന്താണ് മോളാർ വോള്യം അല്ലെങ്കിൽ മോളാർ വ്യാപ്തം? At STP എന്ന് പറയുമ്പോൾ at standard temperature and pressure, that means at 273 Kelvin and 1 atmospheric pressure, 1 mole of any gas will occupy a volume of 22.4 liter. This is called molar volume. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും 1 മോൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ വ്യാപ്തം എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും 1 മോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ വാതകത്തിന്റെ വ്യാപ്തം എപ്പോഴും എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. അപ്പൊ ഈ വ്യാപ്തത്തിനെ പറയുന്ന പേരാണ് മോളാർ വോള്യം അല്ലെങ്കിൽ മോളാർ വ്യാപ്തം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം മോളാർ വോള്യം? That means molar volume is the volume of 1 mole of any gas at STP is equal to 22.4 liter. Volume of 1 mole of any gas at STP is called molar volume. അതായത് STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ വാതകത്തിന്റെ വ്യാപ്തത്തിനെ പറയുന്ന പേരാണ് മോളാർ വ്യാപ്തം. ആ മോളാർ വ്യാപ്തം എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഒന്ന് നോക്കാം. ടേബിളിൽ ഗ്യാസ് അറ്റ് STP എന്ന് തന്നിട്ടുണ്ട്, വാതകം STPയിലാണ് തന്നിരിക്കുന്നത്. പിന്നെ അതിൽ എത്ര മോളുകൾ ഉണ്ട് നമുക്ക് എഴുതണം. പിന്നെ അടുത്തതിന്റെ വോള്യം. വോള്യം എന്ന് പറയുമ്പോൾ വ്യാപ്തം. ഇനി പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ കണികകൾ. കണികൾ എത്രയാണെന്ന് എഴുതണം. അപ്പൊ നമുക്ക് വാതകങ്ങൾ ഏതൊക്കെയാണ്? ഗ്യാസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ. അപ്പൊ നമ്മൾ എത്ര മോളാണ് എടുത്തിരിക്കുന്നത്? 1 മോളാണ് എടുത്തിരിക്കുന്നത്. 1 മോൾ. നൈട്രജനും 1 മോൾ എടുത്തിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് 1 മോളാണ് എടുത്തിരിക്കുന്നത്. ഓക്സിജനും 1 മോൾ. അപ്പൊ STPയിൽ സ്ഥിതി ചെയ്യുന്ന ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഈ വാതകങ്ങൾ ഓരോന്നും 1 മോൾ വീതം എടുത്തിരിക്കുന്നു. അപ്പൊ ഓരോന്നും 1 മോൾ വീതം എടുത്തിരിക്കുമ്പോൾ അതിന്റെ വോള്യം എത്രയാണ്? വ്യാപ്തം 22.4 ലിറ്റർ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ ഗ്യാസിന്റെ 1 മോൾ വാതകത്തിന്റെ വ്യാപ്തം എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജൻ,
1 മോള് ഏതിലാണ്? STP-യിലാണ്. STP ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ 270 degree Kelvin, പ്രഷർ എത്രയാണ്? 1 atmospheric pressure, 1 atm. അപ്പോൾ വോളിയം 22.4 ലിറ്റർ. ഇനി നൈട്രജനും അതുപോലെ 1 മോൾ എടുക്കുമ്പോൾ എത്രയാണ് വോളിയം എഴുതുന്നത്? 22.4 ലിറ്റർ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ 1 മോൾ STP-യിലാണെങ്കിൽ വോളിയം എപ്പോഴും എത്രയായിരിക്കും? 22.4 ലിറ്റർ. അതുപോലെ ഓക്സിജൻ ഗ്യാസ് 1 മോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറ്റ് STP-യിൽ 22.4 ലിറ്റർ. ഇനി നമുക്ക് ഇതിലുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികളുടെ എണ്ണം എത്രയാണെന്ന് എഴുതണം അല്ലേ? അപ്പൊ അതിനെങ്ങനെ നമ്മൾ കണ്ടെത്താം? 1 മോളാണ് തന്നത്. അപ്പൊ STP-യിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ വാതകത്തിന്റെ വ്യാപ്തമാണ് 22.4 ലിറ്റർ. അതായത് വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP ഈസ് 22.4 ലിറ്റർ. 1 മോളിന്റെ വ്യാപ്തം 22.4 ലിറ്റർ ആയതുകൊണ്ട് ഇതിലുള്ള പാർട്ടിക്കിൾസ് എത്രയായിരിക്കും? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, 1 മോൾ ആണെങ്കിൽ ഷുവർലി ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് അവഗാഡ്രോ നമ്പർ. 1 മോൾ ആണെങ്കിൽ അതിലുള്ള കണികളുടെ എണ്ണം എപ്പോഴും എത്രയായിരിക്കും? അവഗാഡ്രോ നമ്പർ ആയിരിക്കും. അപ്പോൾ 1 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം 22.4 ലിറ്റർ ആണ്. അതിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം അവഗാഡ്രോ നമ്പർ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. നൈട്രജനും 1 മോൾ ആണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ 1 മോളിന്റെ വ്യാപ്തം 22.4 ലിറ്റർ. അതുപോലെ അപ്പൊ കണികളുടെ എണ്ണം അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ എണ്ണം അവഗാഡ്രോ നമ്പർ. കാർബൺ ഡൈ ഓക്സൈഡും 1 മോളാണ്. അപ്പോൾ പാർട്ടിക്കിൾസിന്റെ എണ്ണം 6.022 × 10⁻23. ഓക്സിജനും 1 മോളാണ്. 1 മോളിന്റെ മോളാർ വോളിയം 22.4 ലിറ്റർ ആണ്. അതിലുള്ള കണികളുടെ എണ്ണം 6.022 × 10⁻23. അപ്പോൾ ഈ പട്ടിക എഴുതിയതോടുകൂടി ആശയം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി പറയാം. മോളാർ വോളിയം ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP. ഇറ്റ് ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ. STP-യിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും 1 മോളിന്റെ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. അതിലടങ്ങിയിരിക്കുന്ന കണികളുടെ എണ്ണം അവഗാഡ്രോ നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് വി ഹാവ് ടു കംപ്ലീറ്റ് എ ഫ്ലോ ചാർട്ട്. തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് എങ്ങനെ പൂർത്തിയാക്കാമെന്ന് നോക്കാം. 1 മോൾ വന്നിട്ട് 1 മോൾ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 6.022 × 10⁻23. ഇനി മാസ് 1 മോളിനെ മാസ് തന്നാൽ പാർട്ടിക്കിൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. നമുക്ക് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. അതുപോലെ മാസ് തന്നാൽ മോളിക്യൂൾസിന്റെ എണ്ണം, തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാം. അതായത് മാസിൽ നിന്ന് ആറ്റങ്ങളുടെ എണ്ണവും തന്മാത്രകളുടെ എണ്ണവും കണ്ടെത്താം. അതായത് GAM ഉപയോഗിച്ച് ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്താം, GMM ഉപയോഗിച്ച് എന്ത് കണ്ടെത്താം? തന്മാത്രകളുടെ എണ്ണം കണ്ടെത്താം. അപ്പോൾ മാസിൽ നിന്ന് ആറ്റങ്ങളുടെ എണ്ണം. അപ്പോൾ 1 മോൾ ആണെങ്കിൽ എത്രയായിരിക്കും ആറ്റങ്ങളുടെ എണ്ണം? അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23. അതുപോലെ 1 മോൾ ആണെങ്കിൽ തന്മാത്രകളുടെ എണ്ണം എത്രയായിരിക്കും? 1 മോൾ തന്നിട്ടുണ്ട്. 1 മോൾ ആണെങ്കിൽ തന്മാത്രകളുടെ എണ്ണം എത്രയായിരിക്കും? അവഗാഡ്രോ നമ്പർ ആയിരിക്കും 6.022 × 10⁻23. ഇനി വോളിയം അറ്റ് STP-യിലെ വ്യാപ്തം 1 മോൾ ആണെങ്കിൽ STP-യിലെ വ്യാപ്തം എത്രയാ? നമ്മളിത് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എത്രയായിരിക്കും? 22.4 ലിറ്റർ. അപ്പോൾ ഡയഗ്രാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കിയത്. STP-യിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിൽ എത്ര മോളുകൾ ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. So here the number of moles of gas at STP. അതായത് STP-യിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണം കാണാനുള്ള സമവാക്യമാണ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റേഴ്സ് അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അതായത് STP-യിലെ വ്യാപ്തം ലിറ്ററിൽ എത്രയാണെന്ന് എഴുതുക, എന്നിട്ട് അതിനെ 22.4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ മോളുകളുടെ എണ്ണം മോൾ സമം എങ്ങനെ എഴുതാം? വോളിയം in liters at STP divided by 22.4. Mole equal to volume in liters at STP divided by 22.4 liter. അതായത് STP-യിലെ വ്യാപ്തം എത്രയാണെന്ന് എഴുതുക, അതിന് 22.4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Find out the number of moles and molecules present in 44.8 liter of ammonia at STP.
മലയാളത്തിൽ ചോദ്യം വേറെ എഴുതുന്നില്ല, അതിന് പകരം ചോദ്യം പറയാണ്. പ്രോബ്ലം ചെയ്യുന്നവർ ചോദ്യം എഴുതിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ STP യിൽ സ്ഥിതി ചെയ്യുന്ന അമോണിയ വാതകത്തിന് ഇതിൻ്റെ വോളിയം 44.8 ലിറ്ററാണ്. ഈ 44.8 ലിറ്ററിൽ അടങ്ങിയിട്ടുള്ള മോളുകളുടെ എണ്ണവും തന്മാത്രകളുടെ എണ്ണവും കണ്ടെത്തുക. 44.8 ലിറ്റർ അമോണിയ വാതകം STP യിൽ സ്ഥിതി ചെയ്യുന്നു. അതിലടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണവും, മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ തന്മാത്രകളുടെ എണ്ണവും കണ്ടെത്തുക. അപ്പോൾ മോൾസ്, നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം കണ്ടെത്താനുള്ള സമവാക്യം എന്താണ്? STP യിലെ വ്യാപ്തം ഹരിക്കണം 22.4 ലിറ്റർ. അതായത് വോളിയം ഓഫ് STP ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ നമുക്ക് വോളിയം എത്ര തന്നിരിക്കുന്നത്? 44.8 ലിറ്റർ. ഇക്വേഷൻ എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ സ്ഥലം കുറവായത് കാരണം ഇക്വേഷൻ വീണ്ടും എടുത്ത് എഴുതുന്നില്ല. കൺബദൽ ചെയ്യുമ്പോൾ ഇക്വേഷൻ ആദ്യം എഴുതിയിട്ട് വേണം അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ 44.8 ഹരിക്കണം എത്രയാണ്? 22.4. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. 2 മോൾ. 2 മോളാണെന്ന് ഉത്തരം കിട്ടി. STP യിലെ വ്യാപ്തം ഹരിക്കണം 22.4. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ 2 മോളിന് കിട്ടിക്കഴിഞ്ഞു. ഇനി 44.8 ലിറ്റർ അമോണിയയിൽ എത്ര തന്മാത്രകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ മോളിക്യൂൾസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ മുമ്പ് സമവാക്യം പഠിച്ചിട്ടുണ്ട്. മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം സമം എങ്ങനെ എഴുതാം? മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ എത്ര മോളിന് കിട്ടി? 2 മോളിന് കിട്ടി. 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. വീണ്ടും ഒന്നുകൂടെ പറയാം. മോളുകളുടെ എണ്ണം സമം STP യിലെ വ്യാപ്തം ഹരിക്കണം 22.4. STP യിലെ വ്യാപ്തം 44.8 ലിറ്റർ ഹരിക്കണം 22.4. ഇവിടെ STP യിലെ വ്യാപ്തം ലിറ്ററിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മില്ലി ലിറ്റർ ആണെങ്കിൽ അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റി എഴുതിയതിനു ശേഷം വേണം ഹരിച്ചിട്ട് ഉത്തരം എഴുതാൻ. അപ്പോൾ 2 മോളിന് കിട്ടി. പിന്നെ തന്മാത്രകളുടെ എണ്ണം കാണാൻ മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അടുത്ത ചോദ്യം, find out the number of moles and molecules present in 67.2 liter of nitrogen gas at STP. STP യിൽ സ്ഥിതി ചെയ്യുന്ന 67.2 ലിറ്റർ നൈട്രജനിൽ അടങ്ങിയിട്ടുള്ള മോളുകളുടെ എണ്ണം, തന്മാത്രകളുടെ എണ്ണം ഇവ കണ്ടെത്തുക. അപ്പോൾ നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം കാണാൻ എങ്ങനെ എഴുതണം? വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4. STP യിലെ വ്യാപ്തം ഹരിക്കണം 22.4. അപ്പോൾ STP യിലെ വ്യാപ്തം എത്ര കിട്ടി? 67.2. 67.2 ഹരിക്കണം 22.4. ഇത് ഡിവൈഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ? പോയിന്റ് ഒഴിവാക്കാനായിട്ട് 10 കൊണ്ട് മുറിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 672/224 ഈക്വൽ ടു 3 മോൾ എന്ന് കിട്ടും. 3 മോൾ. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം എങ്ങനെ കണ്ടെത്താം? മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഈക്വൽ ടു 3 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻²23. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 112 liter carbon dioxide gas at STP. Then how many molecules of carbon dioxide are present in it? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ മാസ്. മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ മാസ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്ഥിതി ചെയ്യുന്നത്? STP യിൽ. അതായത് STP യിൽ സ്ഥിതി ചെയ്യുന്ന 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ മാസ് കണ്ടെത്തുക. രണ്ടാമത്തെ ചോദ്യം, how many molecules of CO2 are present in it? അതിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട്? അപ്പോൾ നമ്മൾ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻസ് പഠിച്ചിട്ടില്ല അല്ലേ? പക്ഷെ അതിന് പകരം നമുക്ക് എന്താ അറിയാം? ഇക്വേഷൻ മോൾ ഈക്വൽ ടു എന്നറിയാം. മോൾ ഈക്വൽ ടു given mass by GMO. മോൾ സമം മാസ് ബൈ GMO. മോൾ ഈക്വൽ ടു മാസ് ബൈ GMO എന്നുള്ള സമവാക്യം നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് മാസ് ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും. മാസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മോൾ ഇൻറ്റു GMO. അപ്പോൾ ഈ ഒരു ഇക്വേഷനും കൂടെ ഒന്ന് നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്യാം. മാസ് ഈക്വൽ ടു മോൾ ഇൻറ്റു GMO. ഓക്കെ, മാസ് ഈക്വൽ ടു മോൾ ഇൻറ്റു GMO. അപ്പോൾ നമുക്ക് ഈ മോൾ കണ്ടുപിടിക്കണം അല്ലേ? മാസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം മോൾ കണ്ടുപിടിക്കണം.
അപ്പോൾ ഇതിൽ മോൾ എങ്ങനെ കണ്ടുപിടിക്കും? മോൾ കണ്ടുപിടിക്കാൻ ഏതാ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ STPയിലാണ് തന്നിരിക്കുന്നത്. STP എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ മോൾ ഈക്വൽ ടു വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4. വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അപ്പോൾ വോളിയം എത്ര തന്നിരിക്കുന്നത്? 112 ബൈ 22.4 ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഈ ഡെസിമൽ നമുക്ക് മാറ്റാം അല്ലേ? ഇൻറ്റു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1120 ബൈ 224. 1120 ബൈ 224 ഈക്വൽ ടു എത്ര മോൾ കിട്ടി? 5 മോൾ കിട്ടി. 5 മോൾ. അപ്പോൾ നമുക്ക് മോളുകളുടെ എണ്ണം കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മാസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ മാസ് ഈക്വൽ ടു എങ്ങനെ എഴുതേണ്ടത്? മോൾ ഇൻറ്റു GMM. മോൾ എത്ര കിട്ടി? 5 ഇൻറ്റു GMM. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ GMM എത്രയാണ്? 44. അപ്പോൾ 5 ഇൻറ്റു 44 ഈക്വൽ ടു 220 ഗ്രാം കിട്ടി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? മോൾ കണ്ടുപിടിക്കാനുള്ള സമവാക്യം മാസ് ബൈ GMM എഴുതി. അതിൽ നിന്ന് മാസ് ഈക്വൽ ടു മോൾ ഇൻറ്റു GMM. അപ്പോൾ നമുക്ക് ഇവിടെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാസ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? നമുക്ക് മോൾ എത്രയാണെന്ന് അറിയണം. അപ്പോൾ STPയിലായതുകൊണ്ട് മോൾ കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? വോളിയം ഡിവൈഡഡ് ബൈ 22.4. STPയിലെ വ്യാപ്തത്തിന് 22.4 കൊണ്ട് ഹരിക്കും. അപ്പോൾ 112 ബൈ 22.4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 മോളിൽ കിട്ടി. അപ്പോൾ മോളുകളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? മോൾ ഇൻറ്റു GMM. 5 ഇൻറ്റു 44 ഈക്വൽ ടു 222. 220 ഗ്രാം എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ നമുക്ക് മാസ് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി അല്ലേ? ഏത് ക്വസ്റ്റ്യൻ നമ്പറാണ്? ക്വസ്റ്റ്യൻ നമ്പർ A ആണ് നമ്മൾ ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ A കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ B കൂടി ചെയ്യണം അല്ലേ? B കൂടെ ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ B ഈക്വൽ ടു B എന്ന് പറയുമ്പോൾ എന്താ കാണുന്നത്? തന്മാത്രകളുടെ എണ്ണം കാണുന്നത് അല്ലേ? തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്താ സമവാക്യം? മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പം മോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 5 മോൾ. B ഈക്വൽ ടു Bയിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ തന്മാത്രകൾ ഈക്വൽ ടു എങ്ങനെ എഴുതണം? മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ എത്ര മോൾ കിട്ടി? 5 മോൾ. അപ്പോൾ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ A ചെയ്തു, മാസ് കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ B ചെയ്തിട്ടുണ്ട്, മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഓക്കെ, നമുക്കൊരു ചോദ്യം കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് 170 ഗ്രാം ഓഫ് അമോണിയ അറ്റ് STP. STPയിൽ സ്ഥിതി ചെയ്യുന്ന 170 ഗ്രാം അമോണിയയുടെ വ്യാപ്തം എത്രയാണ്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ചോദ്യത്തിലെ STPയിലാണ് അമോണിയ വാതകം സ്ഥിതി ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 170 ഗ്രാം അമോണിയയുടെ വ്യാപ്തം എത്രയാണ്? അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ STP എന്ന് പറഞ്ഞത് കാരണം നമുക്ക് STPയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇക്വേഷൻ ആദ്യം എഴുതാം. STPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻ എന്താണ്? മോൾ കണ്ടുപിടിക്കാൻ മോൾ ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റേഴ്സ്. വോളിയം എന്ന് പറയുമ്പോൾ വ്യാപ്തം ഹരിക്കണം 22.4 ലിറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് വോളിയം ഈക്വൽ ടു അല്ലെങ്കിൽ വ്യാപ്തം സമം എഴുതാം. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം ഈക്വൽ ടു മോൾ ഇൻറ്റു 22.4. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ള വോളിയം അതായത് വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സമവാക്യം, വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മോൾ ഇൻറ്റു 22.4. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ മോൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇതിൽ മോളിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എങ്ങനെ മോൾ കണ്ടുപിടിക്കും? മോൾ കണ്ടുപിടിക്കാൻ എന്താണ് തന്നിരിക്കുന്നത്? 170 ഗ്രാം അമോണിയയുടെ തന്നിട്ടുണ്ട്. മോൾ കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? 170 ഗ്രാം അമോണിയ തന്നിട്ടുണ്ട്, അമോണിയയുടെ GMM തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാം? മോൾ ഈക്വൽ ടു നമ്മുടെ മുമ്പത്തെ ഇക്വേഷൻ എന്താണ്? ഗിവൺ മാസ് ബൈ തന്നിരിക്കുന്ന മാസ്. ഗിവൺ
മാസ് ബൈ GMM. Given mass by GMM. അപ്പോൾ given mass എത്രയാണ് തന്നിരിക്കുന്നത്? 170 ഗ്രാം. 170 ഹരിക്കണം അമോണിയയുടെ GMM 17. അപ്പോൾ 170 17 എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. എത്ര മോൾ കിട്ടി? 10 മോൾ. 10 മോളിന് ഉത്തരം കിട്ടി. ഓക്കെ. അപ്പോൾ 170 ഗ്രാം അമോണിയ എന്ന് പറയുമ്പോൾ എത്ര മോളാണ്? 10 മോൾ. അപ്പോൾ തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ എഴുതുക, ഹരിക്കണം എത്രയാണ് അമോണിയയുടെ GMM. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് given mass by GMM. അപ്പോൾ 10 മോളിന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഈ വോളിയം ഇപ്പോഴത്തുള്ള സമവാക്യത്തിൽ എന്ത് ചെയ്യാം? വില കൊടുക്കാം അല്ലേ. അപ്പോൾ വില കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതണം? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം ഈക്വൽ ടു മോൾ ഇൻറ്റു 22.4 ലിറ്റർ. അപ്പോൾ മോൾ എത്രയാണ് കിട്ടി നമുക്ക്? 10. 10 ഇൻറ്റു 22.4. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എത്ര എഴുതാം? 224 ലിറ്റർ. 10 ഇൻറ്റു 22.4 എന്ന് പറയുമ്പോൾ 224 ലിറ്റർ. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ആശയം അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. അപ്പോൾ ഓരോ ടൈപ്പിലുമുള്ള ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കണം, പ്രോബ്ലം നന്നായിട്ട് പഠിക്കണം. GAM തന്നാൽ എങ്ങനെയാണ് മോൾ കണ്ടുപിടിക്കുക എന്ന് ആദ്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിക്കണം. ഇനി GMM തന്നാൽ എങ്ങനെയാണ് മോൾ കണ്ടുപിടിക്കുക എന്ന് നമുക്കറിയാം. ഇനി STPയിലെ വ്യാപ്തം തന്നാൽ എങ്ങനെയാണ് മോൾ കണ്ടുപിടിക്കുക എന്നറിയാം. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ GAM ഉപയോഗിച്ച് മോളുകൾ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ GMM ഉപയോഗിച്ച് മോൾ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ STPയിലെ വ്യാപ്തം ഉപയോഗിച്ച് മോൾ കണ്ടെത്താനുള്ള സമവാക്യം പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ മോൾ കിട്ടിക്കഴിഞ്ഞാൽ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തണം. ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടെത്താം? മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അതുപോലെ മോൾ കിട്ടിക്കഴിഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണം കണ്ടെത്തണം. തന്മാത്രകളുടെ എണ്ണം എങ്ങനെ കണ്ടെത്താം? മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇനി മാസ് കണ്ടുപിടിക്കാനൊരു സമവാക്യം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. മാസ് എങ്ങനെ കണ്ടുപിടിച്ചത്? മോൾ ഇൻറ്റു GMM. മോൾ ഇൻറ്റു GMM. പിന്നെ അടുത്തതോ വ്യാപ്തം കണ്ടുപിടിക്കാം. വ്യാപ്തം എങ്ങനെ എഴുതി? മോൾ ഇൻറ്റു 22.4 ലിറ്റർ. അപ്പോൾ ഇത് കാണാതെ പഠിക്കണമെന്നില്ല. ഈ ഇക്വേഷനിൽ നിന്ന് ഇതിനെ കണക്ട് ചെയ്ത് എഴുതാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഇക്വേഷൻസും അതിൻ്റെ പ്രോബ്ലംസും നന്നായിട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടി 10ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം മോൾ കൺസെപ്റ്റ് ആൻഡ് ഗ്യാസ് ലോസ് ഉള്ള ഈ പ്രധാന ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൽ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തനങ്ങൾ മിക്കവാറും ലെറ്റേഴ്സ് സക്സസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി വല്ലതും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ആ പ്രോബ്ലം കൂടി നോട്ട്ബുക്കിലേക്ക് ചെയ്യണം. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിനും ചോദ്യങ്ങളുണ്ട്. ആറ്റങ്ങളുടെ എണ്ണവും തന്മാത്രകളുടെ എണ്ണവും കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ചെയ്യേണ്ട രീതി നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് സയൻസ് ഡയറിയിലേക്ക് എഴുതുക. കൂടാതെ നമ്മൾ ഇന്ന് ചെയ്ത പ്രോബ്ലംസും ഏതിലുണ്ടായിരിക്കണം? നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.